ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ ഒരു ബൗൾ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഗോതമ്പ് പൊടിക്ക് പകരം നമുക്കിതിലേക്ക് മൈദാ മാവാണെന്നുണ്ടെങ്കിൽ മൈദാ മാവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും മൈദാപ്പൊടിയും മിക്സ് ചെയ്തിട്ടും അങ്ങനെയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെറും ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടിയാണ്. അതും കൂടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് വേണം കേട്ടോ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മാത്രം എണ്ണയും കൂടി ചേർത്തിട്ട് ലൈറ്റായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ഒരു അല്പം എണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ മാവ് ഹാർഡാകാതിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1/2 മണിക്കൂർ ഇതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത്. അടച്ചൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇതൊന്ന് പൊങ്ങി നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന്ന് ചെറിയ പീസാക്കിയിട്ടൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് സെപ്പറേറ്റ് ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് തന്നെ ആ ഒരു കണത്തിന് തന്നെ നമുക്ക് മാവ് എടുക്കാവുന്നതാണ്. കയ്യിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് പൊറ്റി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബോൾസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കയ്യിലൊട്ടി പിടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 8 ബോൾസാണ് നമ്മുടെ ഇത്രയും മാവിൽ നിന്നും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു വലിപ്പത്തിന്. ഇനി നമുക്ക് വേണ്ടത് ഇത് ലൈറ്റായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോന്ന് നമുക്ക് ചപ്പാത്തി പലയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരല്പം മാവ് ഒന്ന് വിതറി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചെറിയ രീതിയിൽ മാത്രം ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും. ഒരുപാട് വലിപ്പത്തിന് പരത്തിയെടുക്കരുത്. അതുപോലെ തന്നെ തീരെ കനം കുറഞ്ഞിട്ടും പരത്തിയെടുക്കാൻ വേണ്ടി പാടില്ല. ചെറിയൊരു വലിപ്പത്തിന്, അതായത് നമ്മുടെ പൂരിക്കൊക്കെ നമ്മൾ പരത്തിയെടുക്കില്ലേ, ആ ഒരു വലിപ്പം മാത്രമേ വരാൻ പാടുള്ളൂ. ഈ ഒരു രീതിക്ക് ഇത്രയും വലിപ്പത്തിനാണ് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും കട്ടിക്കാണ് ഇതൊന്ന് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മാവെല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ളിൽ ചെറിയൊരു ഫില്ലിംഗ് ഒന്ന് നിറയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊരു കുഞ്ഞൊരു ബോളിലേക്കാണ് നമ്മുടെ പരത്തിയെടുത്ത മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ വെക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഫില്ലിംഗ് നിറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലൊരു കുഞ്ഞു ബോളിലേക്കാണ് കേട്ടോ ഈ പരത്തിയെടുത്ത മാവ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ഒരല്പം ചേർക്കുകയാണ്. കൂടെ തന്നെ വേവിച്ചെടുത്ത ചിക്കനും കൂടി ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് എല്ലില്ലാത്ത പീസ് ചിക്കനാണ്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ വേവിച്ചെടുത്ത ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ വെക്കാവുന്നതാണ്. ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം കൂടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ചീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചീസ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ ചീസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് കവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബോളിലേക്ക് ഫസ്റ്റിലെ തന്നെ ഒരു അല്പം എണ്ണ ഒന്ന് ഞാൻ പൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഓരോ മാവും ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് നമ്മളിങ്ങനെ കമഴ്ത്തി തട്ടുമ്പോഴത്തേക്കും ഈസി ആയിട്ട് കയ്യിലേക്ക് വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു ബോളിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിൻ്റെ പിന്നെ ഒരു അല്പം എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് ഒന്ന് വിതറി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വെക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു രീതിക്ക് ഈസി ആയിട്ട് നമുക്കിത് ഇളക്കി എടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിന് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ട് വേഗം തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് പൊരിച്ചെടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാനിപ്പോൾ ഇത് മുട്ടയുടെ മിക്സിയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുകയാണ്. 2 മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ്. പ്രത്യേകിച്ച് അതിൽ വേറെ ചേരുവകളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കുഴിഞ്ഞ ഒരു കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ എണ്ണയിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഫ്ലെയിം എല്ലാ സമയത്ത് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. ഇതിനുള്ളിലെ ഫില്ലിംഗ് ഒന്നും വേകണം എന്നുള്ള ആവശ്യമില്ല. നമ്മുടെ പുറത്തുള്ള ആ മാവ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ആ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അധികം എണ്ണയൊന്നും വലിച്ചെടുക്കാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് വളരെ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്ക് കിട്ടുന്നത്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചിരിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.